ഇനി ഞാൻ പരിചയപ്പെടുന്നത് സാക് അരോമ റുംബ എന്ന പെർഫ്യൂമാണ്. ഇത് ടെഡ് ലാപ്പിഡസ് റുംബ പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണ്. സ്ട്രൈറ്റ് അവേ ആ ഒരു നെയിം കൊടുത്തു എന്നുള്ളൂ. 18 ml ആണ് വരുന്നത്. 18 ml 320 റുപ്പീസേ പ്രൈസ് വരുന്നുള്ളൂ. സോ വലിയ പ്രൈസ് ഒന്നുമില്ല. അപ്പോ ടെഡ് ലാപ്പിഡസിന്റെ റുംബ അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരുവിധം ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും നമ്മുടെ 90s കിഡ്സിനൊക്കെ വളരെ പരിചിതമായ ഒരു പെർഫ്യൂം ആയിരിക്കും. ഞാൻ പണ്ട് പല വീഡിയോസും പറഞ്ഞു പോയിട്ടുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ആ ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്ത് പോവാറുണ്ട് എന്നുള്ളത്. മോർണിംഗിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് സ്കൂളിലൊക്കെ വൈകുന്നേരം തിരിച്ചു വരുന്നവർ ആ ഒരു വൈബ് ഡ്രസ്സിലൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. സോ ഞാൻ ഇത് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വൈകിപ്പോയ ഒരു പെർഫ്യൂമാണ് നമ്മളെ ബ്രാൻഡുകളിൽ. കറക്റ്റ് ഫ്രാഗ്രൻസ് ആട്ടോ, അതിൽ ഒന്നും പറയാനില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വൈകി പോയതെന്ന് ചോദിച്ചാല്, ഞാൻ ആക്ച്വലി ആദ്യം ഇത്തരം ഫ്രാഗ്രൻസുകൾ നമുക്ക് വളരെ സുപരിചിതമായ ഫ്രാഗ്രൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട എന്ന് കരുതിയിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴും ആളുകളുടെ റിക്വസ്റ്റ് ആണ് ഈ റുംബ, പിന്നെ നമ്മുടെ എന്താ പറയാ ലാപ്പിഡസ്, ഓപ്പൺ, ഇങ്ങനെയൊക്കെയുള്ള പെർഫ്യൂംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യോ അങ്ങനെ. കാരണം ഒറിജിനൽ പലതും റീഫോർമുലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ചിലതൊന്നും വേണ്ടത്ര സ്ട്രെങ്ത് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മിക്കതും ചിലതൊക്കെ നല്ല പ്രൈസും ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്നുകൂടി അഫോർഡബിൾ ആയിട്ട് ഇറക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളാണ്. സോ ഇത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിപ്പോ ഞാൻ ഈ അപ്ലൈ ചെയ്ത സാധനങ്ങൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ നേരെ ഒരു ഡ്രസ്സിൽ അപ്ലൈ ചെയ്ത് പോയതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് സാധനം നല്ല പഞ്ചുണ്ട് എന്നുള്ളത്. ഇത് ഡ്രസ്സിൽ അപ്ലൈ ചെയ്താല് നമുക്കൊരു 2+ hours ഒക്കെ ഇതിന്റെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 7+ hours ഇതിന്റെ ഒരു ലോഞ്ചിവിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു സ്വീറ്റ്നെസ് ആണ്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ്നെസ്സും അതിന്റെ കൂടെ തന്നെ എന്താ പറയാ ഒരു ഫ്രൂട്ടി സ്വീറ്റി ഫ്രാഗ്രൻസ് ആണ്. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു സ്പൈസി നോട്ട്സ്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് നോട്ട്സ് നമുക്ക് കിട്ടുന്നത് പോലെ തോന്നും. പക്ഷെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഫ്രൂട്ടി നോട്ട്സ് ഉണ്ട്, സ്വീറ്റ് നോട്ട്സ് ഉണ്ട്, സ്പൈസി നോട്ട്സ് ഉണ്ട്, ചെറുതായിട്ട് എവിടേക്കോ ഇത്തിരി ഒരു എന്താ പറയുക ഒരു ആംബർ പോലത്തെ ഒരു ഫ്രാഗ്രൻസും വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതുള്ളത്. വെരി അട്രാക്റ്റീവ് ആണ്, യൂണിസെക്സ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫോം ചെയ്യുന്ന ഒരു നൊസ്റ്റാൾജിയ നൽകുന്ന ഒരു പെർഫ്യൂം നോക്കുന്നവർക്ക് ഇത് സ്റ്റിൽ വർത്ത് ആണ് വാങ്ങിക്കുന്നത്. കാരണം അത് ഒരിക്കലും നമുക്ക് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചില പൗഡറി പെർഫ്യൂംസ് ഒക്കെയാണ് നമുക്ക് എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുക. അങ്ങനെ ഒരിക്കലും തോന്നാത്ത ഒരു പെർഫ്യൂമാണത്. ട്രൈ ചെയ്ത് നോക്കുക. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്.